ഹായ് അശ്വിൻ. യെസ്. അശ്വിനെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അശ്വിൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ. ആ ഞാൻ പഠിച്ചതൊക്കെ കേരളത്തിലായിരുന്നു. പ്ലസ് ടു വരെ ആലുവ ശിവഗിരി വിദ്യാനികേതനിലായിരുന്നു. അത് കഴിഞ്ഞ് ബിടെക് ഫിസാറ്റ് അങ്കമാലി സിവിലിലായിരുന്നു. അത് കഴിഞ്ഞ് എംടെക് NIT കാലിക്കറ്റ്. അത് കഴിഞ്ഞ് ജോലി കിട്ടിയത് ബോംബെയിലായിരുന്നു ഒരു 6 മാസം. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡാണ്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ഇപ്പം ചെന്നൈയിലാണ് സെറ്റിൽഡ് ഒരു 4 years ആയിട്ട്. അശ്വിനെ ആ, സ്ട്രേറ്റ് കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആ, ഇപ്പൊ നമുക്കറിയാം കേരളത്തില് പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ പേഴ്സണൽ ഫൈനാൻസ് എന്നൊക്കെ പറയുന്നത്. കാരണം ഭൂരിഭാഗം ആളുകളും ഒരിക്കലും പേഴ്സണൽ ഫൈനാൻസ് അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന വരുമാനത്തെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ഉള്ളത്. അപ്പൊ യെസ്. ഈ കേരളത്തിൽ നിന്ന് അശ്വിൻ, കംപ്ലീറ്റ്ലി കേരള ബാക്ക്ഗ്രൗണ്ട് ഉള്ള അശ്വിൻ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണ ഒരു MNC കമ്പനിയാണ്. അപ്പം നമ്മള് രാവിലെ വന്നു, ലോഗിൻ ചെയ്തു, വർക്ക് ചെയ്യണു, വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോണു. അപ്പൊ ആ ഒരു റൂട്ടീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ അതിൽ നിന്നൊരു മാറിയിട്ടുള്ള ഒരു ചിന്താഗതി അവിടെ ആർക്കും ഇല്ല. അപ്പം നമ്മള് എങ്ങനെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം, അല്ലാതെ എങ്ങനെ ഒരു ഡിഫറെന്റ് റൂട്ടിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ മാത്രമേ ആ ഒരു ചിന്താഗതി അങ്ങനെയാണ് വന്നു തുടങ്ങിയത്. അശ്വിനെ, ആ, ഇപ്പോ ആ, അശ്വിന് അങ്ങനെ ഒരു ചിന്താഗതി വന്നു. ആ, അശ്വിൻ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ. അപ്പൊ യെസ്. ഇവിടെ പെർക്യാപിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ യെസ്. എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒന്ന് ഷോർട്ടാക്കാൻ പറ്റും? യെസ്. ഞാൻ ഞാൻ ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്ന് തന്നെ ഒരു കൊറോണ ആ ടൈമായിരുന്നു. അപ്പം ഇങ്ങനെ ന്യൂസ് കേട്ടു, മാർക്കറ്റ് ഇടിഞ്ഞു, നല്ല ഫോളാണ്, ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ ന്യൂസ് കേട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. അങ്ങനെ അപ്പം നമുക്ക് എത്ര എമൗണ്ട് ഇടണം ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഒരു സ്മോൾ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ചു കാലം യൂട്യൂബേഴ്സും ടെലിഗ്രാമൊക്കെ ഫോളോ ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ട് ടെലിഗ്രാമിന് കിട്ടുന്ന ടിപ്സും ഇതൊക്കെ വെച്ച് അത്യാവശ്യം ലോസ്, പ്രോഫിറ്റ്, അങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടായില്ല. 2 years ഞാൻ അങ്ങനെ ആയിരുന്നു. ഒരു സ്റ്റെബിലൈസ്ഡ് കൺസിസ്റ്റൻസി ഉണ്ടായില്ല. അപ്പോഴാണ് ഇതിന്റെ ഒരു സാറിന്റെ ഒരു വീഡിയോ കണ്ട് അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം അതിന്റെ ഒരു അവിടെ നിന്നുള്ള ജേണി എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആണ്. നമുക്ക് കീപ് ട്രാക്ക് ഓഫ് വാട്ട് വി ഹാവ് മെയ്ഡ് എന്നുള്ളതാണ്. അപ്പം മേ ബി നമ്മൾ എത്ര ഇൻപുട്ട് ഇടുന്നു, എത്ര ഔട്ട്പുട്ട് വരുന്നു, ആൻഡ് അവർക്കൊരു ട്രാക്ക് ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ അശ്വിൻ കൊറോണ സമയത്ത് ട്രേഡിംഗ് തുടങ്ങിയ ഒരാളാണെന്ന് പറഞ്ഞു. അതായത് ആ, ആ, അറിഞ്ഞു പഠിച്ചു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് ഹൈ റിസ്ക് സെഗ്മെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇൻട്രാഡേയിലോ ഒക്കെ ആയിരിക്കും ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക. അശ്വിൻ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. അപ്പൊ അവിടുന്ന് ഒരു ജോലിയുടെ കൂടെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്, എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ജോലിയുടെ കൂടെ. അപ്പൊ ഇത് രണ്ടും ചെയ്തിട്ടുള്ള ഒരാള് എന്ന നിലയ്ക്ക് ഞാൻ അശ്വിനോട് ചോദിക്കുകയാണ്, ഒരു ആക്റ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യാം, പാസീവ് ആയിട്ട് ട്രേഡ് ചെയ്യാം. യെസ്. അപ്പൊ അതില് അശ്വിന് ജെനുവിൻലി തോന്നുന്ന കാര്യം എന്താ? ഏത് സെഗ്മെന്റ് ആയിരിക്കണം ഒരു ജോലി ചെയ്യുന്ന ആള് തിരഞ്ഞെടുക്കേണ്ടത്? യെസ്, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒബ്വിയസ്ലി അതിൽ കിട്ടണ നമ്മള് ഇങ്ങനെ ടിപ്സ് ഒക്കെ കാണും. അതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഓരോ ആൾക്കാര് ഇടണ പ്രോഫിറ്റ് ലോസ് അതൊക്കെ കാണും. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് FNO ട്രേഡിങ്ങിലേക്ക് ഒരു അട്രാക്ഷൻ വരും. അപ്പൊ ഞാൻ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നല്ല ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ദ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്രയും വേരിയേഷൻ വരണം. നമ്മള് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം അത്രയും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 2 സ്ക്രീനോ ആ മിനിറ്റിൽ തന്നെ അത്രയും വേരിയേഷൻ വരുവാണ് FNO-ൽ. അപ്പൊ അത് ലോസിലേക്ക് തന്നെ അവസാനം എത്തും. അതുകൊണ്ട് എനിക്ക് പ്രിഫർ ചെയ്യണത് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ടൈം ഇന്റർവെൽ വേണം. ഒരു രാവിലെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞ് നോക്കി പിറ്റേ ദിവസം അതനുസരിച്ച്
ചേഞ്ച് ചെയ്യാനും അങ്ങനെ ഒരു ടൈം ഇന്റർവെൽ ഉള്ളത് സെഗ്മെന്റ് ആയിരിക്കും നല്ലത്. അപ്പം അത് വെച്ച് നോക്കുമ്പം മേ ബി സ്വിംഗ് ട്രേഡ് ആണ് കുറച്ചും കൂടി നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യണവർക്കൊക്കെ നല്ലത്. മറ്റേ FNO എന്ന് പറയുമ്പോ ആ ഒരു നമ്മൾ അത്രയും എഫേർട്ടും എടുക്കണം, അത്രയും ചെക്ക് ചെയ്തോണ്ടിരിക്കേണ്ടി വരും. അത് നമുക്ക് മേ ബി പോസിബിൾ അല്ല. അതിന് പുറമെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ്. ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും അതെ സമാധാനമായിട്ട് അതെ അതെ ശരിയാണ്. അതെ 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 നമ്മൾ ആ ഓഫീസിൽ വർക്ക് ചെയ്യണ പ്രഷറും ഇതിലും അതിന്റെ ഇടയ്ക്ക് ഇത് വന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു അതെ കാര്യമാണ്. അതെ. ഇപ്പൊ അശ്വിൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. യെസ്. അശ്വിനെ ഇപ്പോ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നോർമലി, അതായത് ഞാൻ പറയുന്നത് 95% ആളുകളും ആണെങ്കിൽ എനിക്ക് ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം മതി, എന്റെ ലൈഫ് ഓക്കെ ആണ്, പോകുന്നുണ്ട് മുന്നോട്ട് എന്ന് ചിന്തിക്കും. ഇപ്പൊ അശ്വിൻ ജോലി ചെയ്യുന്നത് പോലെ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുക, എനിക്ക് സാമാന്യം ഭേദപ്പെട്ട സാലറി ഉണ്ട്, അത് ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ആളുടെ ലൈഫിൽ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്? എന്താണ് അശ്വിന് അതിൽ തോന്നുന്നത്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. മേ ബി മന്തിന്റെ സാലറി കിട്ടും. അത് നമ്മൾ ആ ഒരു മാനേജ് ചെയ്തില്ലെങ്കിൽ അത് ആ വഴിക്ക് അങ്ങ് ചെലവായി അവസാനം മന്ത് ആവുമ്പോഴേക്കും കയ്യിലൊന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ അവസാനം ആ മന്ത്സ് അവസാനമാകുമ്പോ അത് തീരണു. ആ ഒരു സൈക്കിൾ ഇങ്ങനെ പോയി 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 വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പം പാസീവ് ഇൻകം വേണം. അങ്ങനെ നമ്മുടെ സാലറി അത് എങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതെങ്ങനെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളതും കൂടി എഫക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ അശ്വിന് പെർ ക്യാപില് ഏത് മന്താണ് ജോയിൻ ചെയ്തത്? ഞാൻ മാർച്ചിലാണ്. മാർച്ച് ബാച്ചിലായിരുന്നു. മാർച്ച് ബാച്ചിൽ അശ്വിൻ ജോയിൻ ചെയ്തതിന് ശേഷം അശ്വിന് സ്വിംഗ് ട്രേഡിംഗില്, ഐ മീൻ സ്വിംഗ് എന്ന് പറയുന്ന ട്രേഡിംഗ് സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ഏത് മന്തിലാ? അതായത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ഏത് മന്തിലാ? മേ ബി മെയ് ആയിരിക്കും. മെയ്. അപ്പൊ മെയ്, ജൂൺ, ജൂലൈ കഴിഞ്ഞ 3 മാസം. ഈ 3 മാസം അശ്വിൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. യെസ്. ക്ലാസ് ഒരു 1 മന്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയിലാണ് ഞാൻ ട്രേഡ് എടുത്തു തുടങ്ങിയത്. മേ ബി ഫസ്റ്റ് മന്ത് മേ ബി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കണ 50,000 ക്യാപിറ്റലാണ് ഞാൻ ഇൻപുട്ട് ചെയ്തത്. അത് മേ ബി ഒരു 5 ഡിഫറെന്റ് ട്രേഡ് ആയിരിക്കും. അപ്പം അതിന്റെ വെച്ച് ഫസ്റ്റ് മന്ത് ഐ തിങ്ക് ഒരു 2% ആണ് പ്രോഫിറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് കുറച്ചും കൂടി അധികം 2.5 or 3%. ജൂലൈയിൽ ഞാൻ കുറച്ചും കൂടി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പം 1 lakh ഇൻവെസ്റ്റ് ചെയ്തു. മേ ബി 10% വെച്ചൊരു 10 ഡിഫറെന്റ് ട്രേഡ്. ഓവറോൾ ഇപ്പോ എത്ര പെർസെന്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഒന്ന്? ടോട്ടല് ഇൻപുട്ട് ചെയ്ത എമൗണ്ടിന്റെ ഒരു 3 to 4%. 3 to 4%. അപ്പൊ അശ്വിനെ ഐ മീൻ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ട് 3rd മന്ത് അല്ലേ? ഓക്കെ. അപ്പൊ അശ്വിനോട് ഞാൻ ഡയറക്ട്ലി തുറന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് ഇറ്റ്സ് എക്സ്ക്ലൂസീവ് ഫോർ പെർ ക്യാപ് കമ്മ്യൂണിറ്റി. നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ട്രാറ്റജി പ്രകാരമാണ്, നമ്മൾ തന്നെ ചെയ്തൊരു സ്ട്രാറ്റജി പ്രകാരമാണ്. ഈ ഒരു സ്ട്രാറ്റജിയുടെ മുകളിൽ അശ്വിൻ ഇപ്പൊ വിശ്വാസമുണ്ടോ? ഉണ്ട്. അതുണ്ട്. നമ്മളാ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ നമ്മളത് പിന്നെയും ട്രേഡ് എടുത്തു കഴിയുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എഫക്റ്റീവ് ആണ്. പിന്നെ ഡെയിലി ലൈവ് പ്രൊവൈഡ് ചെയ്യണതും ഒരു നല്ല എഫക്ട്, നമ്മൾ ആ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ഓരോ ട്രേഡ് എടുത്തു കഴിയുമ്പോൾ ടൈം അതിലുള്ള കോൺഫിഡൻസ് എക്സ്പീരിയൻസ് കൂടുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അധികം മേ ബി നമ്മൾ ഉദ്ദേശിച്ച ക്യാപിറ്റൽ നമുക്ക് ഇടാനുള്ള ഒരു ട്രസ്റ്റ് അവിടെ വരികയാണ്. അപ്പം അത് വെച്ച് യെസ് നല്ല ഒരു. ഓക്കെ, അശ്വിനോട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പോ ഈ ഒരു പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്തു, അത് ചെറിയൊരു കാര്യമല്ല. കാരണം ലൈക്ക് നോക്കുകയാണെങ്കിൽ പെർസെന്റേജ് വൈസ് ചിലപ്പോൾ 2% അല്ലേ 3% അല്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഈ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3ാമത്തെ മാസമാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതില് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അശ്വിനെ കമ്മ്യൂണിറ്റി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡെയിലി ഒരു ലൈവ് ക്ലാസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഒരു വലിയ കാര്യമാണ്. അപ്പം
നമ്മള് സാധാരണ ഇപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തില്ല എന്ന് വെക്കാം. ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ ആലോചിക്കില്ല. മേ ബി യൂട്യൂബിൽ ടെലിഗ്രാമിൽ നിന്നോ കിട്ടുന്ന ഒരു 2 ടിപ്പ് വെച്ച് മേ ബി ഞാൻ ട്രേഡ് എടുക്കുമായിരിക്കും. മേ ബി അത് പോസിറ്റീവ് ആയില് ലോസ് ആയില് എന്റെ മിസ്റ്റേക്ക് എവിടെ വന്നെന്ന് എനിക്കറിയില്ല. മേ ബി അത് ലോസിലേക്ക് പോവാം, പ്രോഫിറ്റിലേക്ക് പോവാം. അത് മേ ബി ലക്കിലും ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ എന്റെ മിസ്റ്റേക്ക് എവിടെ വന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ ആ ഒരു ഡെയിലി ലൈവ് സെഷനുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ആ ഒരു ഫോൾട്ട് നമുക്ക് മനസ്സിലാവും. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, എന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ അത് എപ്പോഴും ഒരു ഇംപ്രൂവ്മെന്റ് ചാനലിലേക്കാണ് പോണത്. സോ അത് വെച്ച് യെസ് കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യെസ് ഷുവർലി. ഓക്കെ ഓക്കെ. സോ അശ്വിനി, ഇപ്പൊ ഞാൻ അശ്വിന്റെ കാര്യങ്ങൾ കുറച്ച് ഞാൻ ചോദിച്ചു. ആ ഇനി ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അശ്വിനോടൊന്ന് ചോദിച്ചോട്ടെ കേട്ടോ. ഓക്കെ. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ട്രേഡിംഗ് പഠിച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ആയി എന്നാണ്. ആ പലരും വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ട്രേഡിംഗ് പഠിച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ആയി, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി എന്നാണ്. ആ അശ്വിൻ എന്താ അതിൽ തോന്നുന്നത്? അത് അത് നമ്മുടെ ഒരു പോർഷൻ, ഒരു പാസീവ് ഇൻകം മാത്രമേ അതൊന്ന് കിട്ടുള്ളൂ. മേ ബി അത് പ്രോഫിറ്റ് ആവും, ലോസ് ആവും, അതൊരു പാസീവ് ഇൻകം ആണ്. പക്ഷെ നമ്മള് ഒരു ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫ്യൂച്ചറിലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെ നമ്മുടെ ഒരു സാലറി എത്ര ലെവലിലേക്ക് എത്തും, അത് ജസ്റ്റ് ഒരു പാസീവ് ഇൻകം ആണ് ട്രേഡിംഗ്. അതല്ലാതെ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ നമ്മുടെ സാലറി നമ്മൾ സേഫ് ആയിട്ട് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു വേറൊരു ആസ്പെക്ട് ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ജസ്റ്റ് എ പാർട്ട്. ബാക്കി നമ്മള് ഉദ്ദേശിക്കുക. നമ്മുടെ പൊറിഞ്ചു വലിയത് നമ്മുടെ ആ കേരളക്കാരനാണ്. അതേപോലെ നമ്മുടെ രാകേഷ് ചിഞ്ചുവാല, വാറൻ ബഫറ്റ്, ഇവരാരും ട്രേഡിങ്ങിലൂടെ പൈസ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അസറ്റ് ബിൽഡ് ചെയ്ത ആളുകളോ അല്ല. യെസ്. ഇൻവെസ്റ്റ്മെന്റിലൂടെ ചെയ്ത ആളുകളാണ്. അതെ അതെ അതെ. അപ്പോ എന്നിട്ടും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരാൾക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അവരുടെ ഇൻകം അത് പ്രോപ്പർ ആയിട്ട് നല്ലൊരു പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം, ചെയ്യണം എന്ന് പലരോടും പറയുമ്പോൾ അതിന് ഒരാളും പ്രാധാന്യം കൊടുക്കാറില്ല. ഇൻവെസ്റ്റ്മെന്റ്, അതായത് കുറച്ച് പൈസ സേവിങ്സ് അക്കൗണ്ടിൽ സേവ് ചെയ്താൽ പേഴ്സണൽ ഫൈനാൻസ് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവരോട് എന്താണ് അശ്വിന് പറയാനുള്ളത്? നമ്മള് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇപ്പോഴത്തെ ജനറേഷൻ മേ ബി നമ്മുടെ ആ ഒരു തിങ്കിങ് കുറച്ച് മെന്റാലിറ്റിയാണ്. തിങ്കിങ് മെന്റാലിറ്റിന്റെ ഒരു ഇതാണ്. നമ്മൾ പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം, ഓവർനൈറ്റ് ഇത്ര എമൗണ്ട് വരണം. നമ്മളാ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലൊക്കെ കാണുന്ന പോലെ ഒരു പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണതിനേക്കാളും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പോർഷൻ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കലായിട്ട് കാണണം. അപ്പം ഈ നമുക്കറിയാം ഇൻഫ്ലേഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ FD ബാങ്കിലൊക്കെ ഇടുമ്പം കിട്ടുന്ന റിട്ടേൺ വെച്ച് ഈ ഇൻഫ്ലേഷൻ അത് ഓവർകം ചെയ്യാൻ മേ ബി ഇൻലൈൻ ആയിരിക്കാം. അപ്പൊ അതിന്റെ ആ ഒരു ഇഫക്റ്റ് കളയാൻ വേണ്ടി നമ്മൾ മേ ബി നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു പോർഷൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഗ്രോ, ദ വേരിയേഷൻ ഇൻ നമ്മുടെ ഇപ്പം FDയിൽ ഇടുന്ന ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് കിട്ടണ ഇൻട്രസ്റ്റും നമുക്ക് ഈ സ്റ്റോക്സിൽ നല്ലൊരു സ്റ്റോക്സിൽ കിട്ടണ റിട്ടേൺസും നല്ല വേരിയേഷൻ ഉണ്ട്. അപ്പം നമ്മളത് നോക്കി ഒരു നല്ല സ്റ്റോക്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ മേ ബി നല്ലതായിരിക്കും. അതുകൊണ്ട് യെസ്, നമ്മള് സാലറി ഡയറക്ട്ലി കിട്ടുന്നു, അതുകൊണ്ട് FD ഇടുന്നു, അതിനേക്കാളും ഒരു ഡിഫറെന്റ് ആസ്പെക്ട് ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യും. അശ്വിൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. യെസ്. നമ്മൾ ഒരു ബ്രോക്കർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്ന ഫസ്റ്റ് മൊമെന്റിൽ തന്നെ നമുക്ക് വരുന്നൊരു ഡിസ്ക്ലൈമർ ഉണ്ട് സെബിയുടെ. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി പറയുന്നത് 10-9 ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന 10-9 ആളും ലോസിലാണ്. എന്നിട്ടും ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഏതൊരാളും ആക്റ്റീവ് സെഗ്മെന്റ് ആയ ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻസ് പോലെയുള്ള ഹൈ റിസ്ക് സെഗ്മെന്റ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് അശ്വിൻ എന്താ പറയാനുള്ളത്?
ഞാനും ഇതേപോലെ ട്രേഡിംഗിലേക്ക് ആദ്യം കിടന്നതായിരുന്നു. അത്യാവശ്യം നല്ല ലോസ് ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ ആ എമൗണ്ട് ഒന്നും അപ്പൊ തിങ്ക് ചെയ്യണില്ല. ആ ലോസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടണേക്കാളും നല്ലത് നമ്മളത് ആദ്യം കുറച്ചൊന്ന് പഠിച്ച് ആ ഒരു സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഈ FNOയിലൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ അതിന്റേതായ ഒരു സെറ്റപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന വേരിയേഷൻ നമുക്കത് കീപ് ട്രാക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യണവർക്കൊന്നും ആ ഒരു പറഞ്ഞ പോലെ ആ ഒരു ഡെയിലി ഓഫീസിന്റെ പ്രഷറും കോൾസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഇത് വന്ന് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ തന്നെ ആ ഒരു വേരിയേഷൻ അവിടെ വരുന്ന മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫോളും ഹൈയും ഒക്കെ ഭയങ്കര വേരിയേഷൻ ആയിരിക്കും. ആ സെബി പറഞ്ഞതുപോലെ മേ ബി യെസ് ഓൾമോസ്റ്റ് 9 ഔട്ട് ഓഫ് 10 മേ ബി ലോസ് തന്നെയായിരിക്കും. ഞാനും ലോസ് തന്നെയാണ് തുടങ്ങിയത്. യെസ്. ഈ ഒരു പോയിന്റില്, അതായത് ഇപ്പോ മാർച്ചിലാണ് അശ്വിൻ പേഴ്സണൽ ഫൈനാൻസ് പഠിക്കാൻ നമ്മുടെ അടുത്ത് എത്തുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത്, നമ്മുടെ ഫാമിലി മെമ്പർ ആവുന്നത്. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ അശ്വിന്റെ അടുത്ത് റിട്ടയർമെന്റ് പ്ലാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ പല ഗോൾസിനുള്ള ഗോൾ ബക്കറ്റ്സ് ഇനി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇതൊക്കെ പ്ലാൻ ചെയ്യാനും മുന്നോട്ടുള്ള ആ ഒരു ജേർണി പ്ലാൻ ചെയ്യാനും ഒക്കെ ഇപ്പോ അശ്വിന് കഴിയുന്നുണ്ട്. വന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഈ ഒരു ഫാമിലിയിലെ അംഗമായതിനു ശേഷം അശ്വിന് കഴിയുന്നുണ്ട്. പക്ഷെ പലരും ഇന്നേ വരെ ചിന്തിക്കാത്ത ആളുകളായിരിക്കാം ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവില്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ ഒരു കല്യാണം കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മുന്നിൽ കുറെ റെസ്പോൺസിബിലിറ്റികളുണ്ട്. അയാൾ ഒരു പെൺകുട്ടിയുള്ള ഒരാളാണെങ്കിൽ ആ കുട്ടിയുടെ വിവാഹം, ഇനി കുട്ടികളുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, ഇതിനെക്കുറിച്ചൊന്നും ഒരു മനുഷ്യനും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിന്തിക്കില്ല. അവിടെ എത്തുമ്പോൾ മാത്രമായിരിക്കും അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ റിട്ടയർ ചെയ്യണം, ഇതൊന്നും ശരിക്കും പറഞ്ഞ ഒരു ശരാശരി മനുഷ്യൻ ചിന്തിക്കുക പോലുമില്ല. അതെന്തിനും റിട്ടയർ ചെയ്തിരിക്കും, പോവാൻ മുന്നോട്ട്, ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു രീതിയിൽ പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവരോട് എന്താണ് അശ്വിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? യെസ്, ഇപ്പം സാർ പറഞ്ഞ പോലെ ഞാനിപ്പം +2 കഴിഞ്ഞു, ബിടെക് എടുത്തു, എംടെക് എടുത്തു. പക്ഷെ ഇത്രയുമുള്ള ജേണിയിൽ എനിക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് പോലും ഞാൻ പഠിച്ചിട്ടില്ല. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റത്തിലോ അവിടെ ഒന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ചൊരു തിങ്കിങ് തുടങ്ങി കഴിയുമ്പോഴേ നമ്മൾ അതിലേക്കുള്ള സ്റ്റെപ്പും അതൊക്കെ എടുത്തു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ലൈഫിൽ മനസ്സിലാവും. നമ്മൾ റിട്ടയർമെന്റ് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണല്ലോ. രാവിലെ വന്ന് ജോലി ചെയ്യണോ, സാലറി കിട്ടണോ, ആ ഒരു സൈക്കിളിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കാനുള്ള അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി മറ്റൊരു ചോദ്യം, പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞാല് പലരും വിശ്വസിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് മനസ്സിലാക്കുക, ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കഴിഞ്ഞു, അവരുടെ പേഴ്സണൽ ഫൈനാൻസ് കഴിഞ്ഞു. അവരോട്, അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളോട്, അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനും പറ്റും അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളോട് എന്താണ് അശ്വിന് പറയാനുള്ളത്? നമ്മുടെ SIP അതൊക്കെ ഇടുന്നതും അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഓരോ നീഡ്സ് അനുസരിച്ച് ഇപ്പം എമർജൻസി ഫണ്ടായിട്ട് നമ്മുടെ കയ്യിലൊരു എമൗണ്ട് വേണം. അങ്ങനത്തെ കാര്യങ്ങളും നമ്മള് വാല്യൂ ചെയ്യണം. അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വെറുതെ കൊണ്ട് കാശ് കിട്ടുന്നു, നമ്മൾ SIPയിൽ ഇട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ആ സൈഡിലേക്ക് തിങ്ക് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരു നല്ല പോയിന്റ് അല്ല. പല ആളുകളും ചോദിക്കാറുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളിപ്പോ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഫൈനാൻസ് ഒക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ടതുണ്ടോ? പേഴ്സണൽ ഫൈനാൻസ് യൂട്യൂബിൽ നോക്കിയാൽ അതിന്റെ കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടില്ലേ, വീഡിയോ കിട്ടില്ലേ, പിന്നെ ഇത് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണോ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവരോട് ഞാൻ തുടങ്ങിയത് ഇതേപോലെ യൂട്യൂബും ടെലിഗ്രാമും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതിന്റേതായ ഒരു ക്രെഡിബിലിറ്റി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അവര് മേ ബി പറയണ പോലെ പമ്പണ്ടം
സ്റ്റോക്സ് റെഫർ ചെയ്യുക. അവർക്ക് തോന്നുന്ന പോയിന്റ് ആയിരിക്കും പറയണത്. മേ ബി അത് നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അതിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ +2 കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു, എംടെക് വരെ എടുത്തു. പക്ഷെ അതിലുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിന്റെ സ്റ്റെപ്പ് എവിടെ ഉണ്ടായില്ല. അപ്പൊ നമ്മള് മേ ബി ഒരു പോർഷൻ വെച്ച് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി സ്റ്റെപ്സ് പഠിച്ചെടുക്കുന്നതിൽ ഒരു നല്ല കാര്യമാണ്. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ തന്നെ ചെയ്യുള്ളൂ. നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ലൈഫിൽ നമുക്ക് ആലോചിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ സാലറി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. അപ്പം അതിലേക്ക് നമ്മളൊരു കുറച്ച് എമൗണ്ട് കൊടുത്തു എന്ന് വെച്ച് നമുക്ക് തന്നെ യൂസ്ഫുൾ ആവുള്ളൂ. ദെൻ ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ പെർ ക്യാപ്പ് അശ്വിന്റെ ഫൈനാൻഷ്യൽ ജേണിയെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ അശ്വിൻ ജോയിൻ ചെയ്തിട്ട് മാർച്ച് തൊട്ട് ഇവിടെ വരെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, ചെയ്യുമോ? യെസ്, അത് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ മേ ബി ഒരു 2 years ലോസ് ഉണ്ടാക്കണു, പ്രോഫിറ്റ് ഉണ്ടാക്കണു. അറ്റ് ദ മന്ത് എൻഡ് ഓർ ഇയർ എൻഡ് ഞാൻ എടുത്തു നോക്കുമ്പോൾ മേ ബി ഇറ്റ് വിൽ ബി കമ്മിങ് ടു എ 0 ഓർ നെഗറ്റീവ് ഓർ സ്ലൈറ്റ്ലി പോസിറ്റീവ്, അങ്ങനെ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ പെർ ക്യാപിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് മന്ത് ഐ എം ചെക്കിംഗ് ബാക്ക്, ഇറ്റ്സ് എ പ്രോഫിറ്റ്. അപ്പൊ ആ ഒരു നമ്മൾ സെൽഫായിട്ട് ഒരു ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. പിന്നെ അതേപോലെ പെർ ക്യാപിറ്റൽ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാം, എങ്ങനെ എവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, എവിടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള ലൈഫിൽ ഒരു 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 സ്റ്റെപ്പ് അഹെഡ്. യെസ്, ഒരു നല്ല കാര്യം. യെസ്, പെർ ക്യാപ്പ് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യൂ? ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, അത് കേട്ട് നോക്കുക, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ അത് ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. ഔട്ട് ഓഫ് 10 എത്ര Yes. റേറ്റിംഗ് കൊടുക്കാൻ പറ്റും പെർ ക്യാപ്പിനും പെർ ക്യാപ്പിന്റെ സർവീസിനും? ഞാൻ വാട്ട് ഐ എക്സ്പെക്ടഡ് ഫ്രം ദാറ്റ്, യെസ്, ഇറ്റ് ഇസ് 10 out of 10. ഞാൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തു അത് ഫുൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പൊ ഡെയിലി ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളത് അതൊന്ന് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് ഡെയിലി ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ആ മാർച്ച് തൊട്ട് ഇതിപ്പോ ഓഗസ്റ്റ് ആണ്, യെസ് ഇതുവരെയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? യെസ് 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 ഡെയിലി ബേസിസിൽ. യെസ്, ആ ലൈവ് ക്ലാസിന്റെ എഫക്ട് ഭയങ്കര എഫക്റ്റ് ആണ്. നമ്മളത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തലേ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സ്, അതിന്റെ ലെവൽ ഇപ്പൊ എങ്ങനെയാണ്, അതൊരു നല്ല കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ താങ്ക് യു അശ്വിൻ. Yeah, yes, sir. Thanks, sir. കാണാം. താങ്ക് യു. Yes, yes, sir. Yeah.